അല്ലാതെ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് തരാനോ ഇല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ സൂപ്രണ്ട് എന്നുള്ള നിലയ്ക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരം നിങ്ങൾക്കുള്ളതല്ല. അപ്പോൾ അതിന് നിങ്ങൾ ഇടപെടേണ്ടത് ആ രൂപത്തിലാണ്. ഇല്ലെങ്കിൽ നിങ്ങളാണ് അതിൻ്റെ ഉത്തരവാദിത്വം. ഇവിടെ വേറെ ചില ആളുകൾക്ക് ചില താല്പര്യങ്ങളുള്ളവരൊക്കെ നിന്നോട്ടെ, അത് ഞങ്ങൾക്കും താല്പര്യമുണ്ട്. ആ താല്പര്യം വേറെ താല്പര്യം. പക്ഷേ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് നഗരസഭയുടെ ഭൂമിയല്ലാത്ത ഭൂമിയിൽ ഒഴിപ്പിക്കാൻ വേണ്ടി നഗരസഭയുടെ സോണൽ ഓഫീസിലെ സൂപ്രണ്ട് നിന്നാൽ അതിന് സമാനം പറയേണ്ട ഏക ആള് ആയിക്കോട്ടെ. നിങ്ങൾ ഉത്തരവാദിയാണ്. നിങ്ങൾ സെക്രട്ടറിയുടെ ഭാഗമാണല്ലോ, അല്ലെങ്കിൽ നഗരസഭയുടെ ഭാഗമാണ്. മേയറും കൗൺസിലർമാരൊക്കെ വേറെ, അതിന് ബാധകമല്ല. ഇവിടെ ഉദ്യോഗസ്ഥന്മാരെന്നുള്ള നിലയ്ക്ക് നഗരസഭയുടെ ഭൂമി സംരക്ഷിക്കേണ്ട നിങ്ങളുടെ ജോലിയാണ്. അത് നിങ്ങളുടെ ജോലി, അതിന് തർക്കമില്ല. ഇത് നഗരസഭയുടെ ഭൂമിയല്ല. അല്ലാത്ത ഭൂമിയിൽ വേറെ ഈ ബഹളം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നതിന് അത് വേറെ രീതിയാണ്. അതിന് നിങ്ങൾ കൂട്ടുവയ്ക്കരുത്. അതേ ഞാൻ നിങ്ങളുടെ പറയുന്നു. ഇത് നോട്ടീസ് കൊടുക്കാൻ ഉത്തരവാദികളാണ് കൊടുക്കുന്നത്. നിങ്ങൾ കളക്ടറെ കൊണ്ട് കൊടുക്കും. അതാണ് അതിൻ്റെ കറക്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അതാണ്. അല്ലാതെ ഇവിടെ വേണ്ടാത്ത നിലയിൽ വിഷയങ്ങളിൽ ഇടപെട്ടുകൂടെ അലങ്കോലം ഉണ്ടാക്കുന്ന രീതി ഉണ്ടാവില്ല. അത് വേറെ വിഷയങ്ങളാണ്. അത് ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾ പറയണം ഇത് കോർപ്പറേഷന്റെ പുറമ്പോക്കല്ല, നഗരസഭയുടെ വസ്തുവല്ല. അല്ല, നിങ്ങൾക്കറിയണം. നിങ്ങളെല്ലാം അറിയേണ്ടത്. നിങ്ങളല്ലല്ലോ നിശ്ചയിക്കേണ്ടത്. നിങ്ങളാണല്ലോ നഗരസഭയുടെ വസ്തുവാണോ ഇല്ലെന്ന് നിശ്ചയിക്കേണ്ടത് നിങ്ങളല്ലേ. അല്ലാതെ ഇവിടെ തോന്നുന്നത് പോലെ ഞാൻ വന്നിട്ട് അത് പറയണം എൻ്റെ അച്ഛൻ്റെ വകയാണിതെന്ന് പറഞ്ഞാൽ നിങ്ങൾ തരുമോ? അല്ലെ പോലീസ് സംരക്ഷണം ഞങ്ങൾക്ക് തരുമോ? ഞാൻ പറയണേ എൻ്റെ കുടുംബ വസ്തുവാണിത് എന്ന് പറഞ്ഞിരുന്നാൽ ഈ പോലീസിൻ്റെ സംരക്ഷണം എനിക്ക് കിട്ടുമോ? ഇത് നഗരസഭയുടെ ഭൂമി, നഗരസഭയ്ക്കുള്ളത്. പുറമ്പോക്ക് ഭൂമി എന്ന് പറയുന്ന റവന്യൂ പുറമ്പോക്ക്, അതിൻ്റെ ഉത്തരവാദി കളക്ടറാണ്. ആ കളക്ടറാണ് അളന്ന് നിശ്ചയിച്ച് ഇതിൻ്റെ ഉത്തരവാദികളും അവകാശികളെ നിശ്ചയിച്ചുകൊണ്ട് മാത്രമേ ഈ കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ പറ്റൂ. അതാരെന്നുള്ള നിലയ്ക്ക്, അല്ലാതെ വ്യക്തിപരമായ ആർക്കെങ്കിലുമുള്ള താല്പര്യം അത് വേറെ. അത് ഞാൻ പറഞ്ഞല്ലോ. ഇത് നഗരസഭയുടെ തന്നെ കെട്ടിടമാണോ? അതെ, നഗരസഭയുടെ തന്നെ കെട്ടിടമാണ്. അവരിപ്പോൾ നമ്മുടെ അടുത്തൊരു സമയം ചോദിച്ചിട്ടുണ്ട്. നമ്മളൊരു മാനുഷിക പരിഗണന അനുസരിച്ച് നമുക്കൊരു 2 ദിവസം സമയം കൊടുക്കാം എന്നുള്ളതല്ല. ഇവിടെ നമ്മൾ മേയറോട് തീരുമാനിച്ചപ്പോൾ മേയർ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞില്ലേ, നമുക്ക് 2 ദിവസം സമയം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വന്ന് അത് ഇവിടുന്ന് ആൾക്കാർ വന്ന് മേയറെ കണ്ടിട്ടുമുണ്ട്. ഇങ്ങനെ ഒരു നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് മേയറെ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു പരിഗണന നമുക്ക് കൊടുക്കാം. അത് പറഞ്ഞ സ്ഥിതിക്ക് ഒരു പരിഗണന കൊടുത്തുകൊണ്ട് 2 ദിവസത്തെ സമയം കൊടുക്കുന്നുണ്ട്. അനധികൃതമായി പ്രവർത്തിക്കുന്ന കെട്ടിടം തന്നെയാണോ? അതെ, തീർച്ചയായിട്ടും തന്നെ അനധികൃതമായിട്ട് പ്രവർത്തിക്കുന്ന കെട്ടിടം തന്നെയാണ്. അത് നേരത്തെ കാലങ്ങളിൽ അവർ വെച്ചതാണത്. അപ്പോൾ നമ്മളത് പറഞ്ഞിട്ട് കാര്യമല്ലേ. ഇപ്പം നമ്മളത് നഗരസഭയുടെ കെട്ടിടമായിട്ട്, നഗരസഭയുടെ സ്ഥലമായിട്ട് മാറ്റി തന്നെ പറ്റുള്ളൂ. പറ്റുമോ? ഞങ്ങൾ 45 വർഷം മുമ്പ് രക്ഷയെഴുതിട്ട് ഓടിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുമോ? ഒരുപാടെണ്ണം കാണിച്ചില്ല. ഓറഞ്ചിലോ അല്ലെങ്കിൽ ആയുർവേദ കോളേജിന് സമീപത്തോ വന്നാൽ തന്നെ കാണിച്ചു തരാം. അവിടെ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ കെട്ടിടങ്ങൾ, അതിന് കോർപ്പറേഷൻ നികുതി അടയ്ക്കുന്നില്ല, കോർപ്പറേഷൻ അനുമതിയില്ല, അവർ കെട്ടി പ്രവർത്തിക്കൊണ്ടിരിക്കുക. ഒന്നും ചെയ്യാൻ പറ്റും. ഈ 10 സ്ക്വയർ മീറ്റർ കുടിക്കാനായിട്ട് നിങ്ങൾ രാവിലെ മുതൽ ആരുടെയും വാക്യം കിട്ടുന്ന വന്നു അപമാനകരമാണോ എന്ന് നിങ്ങൾ ആലോചിച്ചു. 10 സ്ക്വയർ മീറ്റർ കുടിക്കാനായിട്ട് ഞങ്ങൾ കുടിച്ചത് അതിന് എന്തൊന്നും കൊണ്ടുവന്നിട്ടുണ്ടോ? മറ്റേ ഇങ്ങോട്ട് കൊണ്ടിട്ടുണ്ടോ? അത്രയും നെറുകെട്ട രാഷ്ട്രീയം ഞാൻ
അദ്ദേഹത്തിന് അത് ബോധ്യമുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ആ സഹപ്രവർത്തകർ ഉചിതമായിട്ട് ശരിയായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കോർപ്പറേഷന്റെ വകയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ അപ്പൊ ഞങ്ങൾ തന്നെ വിളിച്ചു തരാം. നിങ്ങളുടെ സഹായം കോവിഡ് സമയം മുതൽ രാപകൽ ഓടുന്നുണ്ട്. സൗജന്യമായിട്ടാണ് ഇത് ഓടുന്നത്. മരുന്ന് കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും ഒക്കെയുള്ള കേന്ദ്രമാണ്. ഇത്രയും അഹങ്കാരത്തോടു കൂടി ഏതെങ്കിലും ഒരാൾ പറയുന്നത് കേട്ടിട്ട് ഉദ്യോഗസ്ഥന്മാര് അങ്ങനെ നിൽക്കരുത്. നിങ്ങൾക്ക് നിൽക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നില്ല. നിങ്ങളെയൊന്നും ഞങ്ങൾ ഇതുകൊണ്ട് ഒരു കാര്യത്തിൽ ഉപയോഗിച്ചിട്ടുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നു. ഈ പറയുന്ന കോർപ്പറേഷൻ അധികാരികളുടെ നേതൃത്വത്തിൽ കോട്ടയ്ക്കകത്ത് ഒരുപാട് അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻ നടന്നിട്ടുണ്ട്. കോർട്ടിനകത്ത് നിന്ന് നോക്കിയാൽ മതി. വിവിധ പേരുകളിൽ നിരവധി സ്ക്വയർ ഫീറ്റുകൾ ഇദ്ദേഹത്തിനൊക്കെ അറിയാമായിരിക്കും. നേരത്തെ കൂടുതൽ തലത്തില് ആളുകളോട് ചോദിച്ചാൽ അറിയാം. ഇവര് BJPയും അനുബന്ധ സംഘടനകളും ആ വോട്ടിനകത്ത് നിറച്ച് അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻ നടത്തി അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുകയാണ്. ഇത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ ആളുകൾ വളരെ സമാധാനത്തോടു കൂടി കഴിഞ്ഞു പോകുന്ന ഒരു സ്ഥലമാണ്. ഇത് യാതൊരു പ്രോബ്ലമില്ലാത്ത സ്ഥലമാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘർഷം സ്ഥലത്തുണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ സ്റ്റേറ്റിൽ അന്വേഷിക്കും. ഒരു ആന്റി സോഷ്യലിന്റെ പ്രശ്നങ്ങളുണ്ടായിട്ടില്ല. പക്ഷേ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സംഘർഷം നടക്കാത്ത സ്ഥലമാണ്. അങ്ങനെ സമാധാനപരമായിട്ട് നടക്കുന്ന സ്ഥലത്ത് എങ്ങനെയെങ്കിലും സംഘർഷം ഉണ്ടാക്കി തങ്ങളുടെ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുന്ന ലക്ഷ്യത്തോടുകൂടി നീങ്ങുന്നതാണ്. ഇത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഈ 10 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്ന കോവിഡ് കാലത്ത് ഞങ്ങൾ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ്. അത് പൊളിക്കാൻ ഒരു കാരണവശാൽ ആരെയും അനുവദിക്കുന്ന പ്രശ്നമില്ല. ആരെയും അനുവദിക്കരുത്. അതിനു വേണ്ടിയിട്ട് വിലക്കെട്ടിരിക്കണ്ട. വേറെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം. ഞാൻ ചൂണ്ടിക്കാണി 1 ലക്ഷം കൊടുക്കാം. വിളിച്ചിട്ട് വാ. നിങ്ങൾ തഹസീൽദാരാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയാം. നിങ്ങളിത് കോർപ്പറേഷന്റെ സ്ഥലമാണെന്ന് നിങ്ങൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ വിളിച്ചു തരാം. നിങ്ങൾ JCB കൊണ്ടൊന്നും വരണ്ട. ഞങ്ങൾ ഈ രാജ്യത്ത് ജനങ്ങളുടെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരാണ്. നിങ്ങൾ JCB എന്ന് വരണ്ട. അനധികൃതമാണെന്ന് ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ വിളിച്ചു തരും. നിങ്ങൾ JCB കൊണ്ടൊന്നും കുടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത്രയ്ക്ക് അപകടകരമായിട്ടുള്ള ഒന്നും ഇവിടെ നടക്കുന്നില്ല. ഇവിടെ ഇറച്ചിയോട്ട് നടക്കുന്നില്ല. കാലായി കച്ചവടം നടക്കുന്നില്ല. ഇവിടെ വേറൊരു പ്രശ്നം നടക്കുന്നില്ല. ഇവിടെ ഒരു മേശയും കസേരയിട്ട് ഈ നാട്ടുകാർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ആ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന പ്രവർത്തകരുണ്ട്. തൊട്ടപ്പുറത്ത് ഞങ്ങളുടെ ആംബുലൻസ് ഉണ്ട്. ഞാനിവിടെ വാങ്ങിക്കൊടുത്തൊരു ആംബുലൻസാണ്. അത് സൗജന്യമായിട്ട് ഇതിൻ്റെ പേരിൽ ഓടുകയാണ്. അതിന് വേണ്ടിയിട്ട്